യുലേഫോൺ എന്ന കമ്പനിയുടെ യുലേഫോൺ ആർമർ 23 അൾട്ര എന്ന ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റഗഡ് സ്മാർട്ട് ഫോണാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യുലേഫോൺ ആർമർ 23 അൾട്ര എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അതുപോലെ തന്നെ MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഈ ഒരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ 12 GB റാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 12 GB റാമും കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. ടോട്ടലായിട്ട് 24 GB റാമും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ബേസ് വേരിയൻറ്റിൽ തന്നെ 512 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 2-way സാറ്റലൈറ്റ് മെസ്സേജിങ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. പിന്നെ ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.65 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 64 മെഗാപിക്സലിലെ ഒരു നൈറ്റ് വിഷൻ ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ 8 മെഗാപിക്സലിലെ 3.2x ഒപ്റ്റിക്കൽസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യവും എടുത്തു പറയേണ്ട കാര്യമാണ്. 5250 mAhൻ്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ കൂടുതൽ ചാർജിങ് സ്പീഡ് വരുന്നുണ്ട്. അതുമാത്രമല്ല 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 8020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഗ്ലോബൽ പ്രൈസിംഗ് ആയിട്ട് വരുന്നത് 55,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ അത്ര മികച്ചൊരു പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. ആ പ്രോസസ്സർ അത്ര മികച്ചതല്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hzൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 240 Hzൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേ വരുന്നില്ല. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ AMOLED ഡിസ്പ്ലേ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ LCD ഡിസ്പ്ലേ വരുന്നുള്ളൂ. അതും ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയേണ്ടി വരും. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 332 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം നല്ലോണം വെയിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ തിക്നെസ് 12.75 mm വരുന്നുണ്ട്. അപ്പോൾ തിക്നെസ്സും അത്യാവശ്യം നല്ലോണം കൂടുതലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊരു റഗഡ് ഫോണാണ്. പൊതുവേ റഗഡ് ഫോൺസിൽ അങ്ങനെയാണ്, വെയിറ്റും തിക്നെസ്സും ഒക്കെ അത്യാവശ്യം നല്ലോണം കൂടാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 600 യൂറോസ് ആണ്. അതായത് 55,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ട് കാണിക്കുന്നത് 86,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. അത് വളരെ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട്. നല്ലൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 GB റാമും 512 GB ഇൻറ്റേർണലൊക്കെ വരുന്നുണ്ട്. പിന്നെ 2-way സാറ്റലൈറ്റ് മെസ്സേജിംഗ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും കൊടുത്തിട്ടില്ല. അതൊക്കെ കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൈസിംഗ് ആയിട്ടുള്ള 86,000 എന്നുള്ളത് വളരെ കൂടിയ ഒരു പ്രൈസിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. എന്തായാലും യുലേഫോണിൻ്റെ ആർമർ 23 അൾട്ര എന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.